നമ്മൾ ചിലവരെങ്കിലും വെയിറ്റുമായിട്ട് മല്ലുപിടിക്കുന്നവരാണ്. നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഡയറ്റിങ് ചെയ്ത് എക്സസൈസ് ചെയ്ത് കുറച്ചാലും നോർമൽ വെയിറ്റിലോട്ട് തിരിച്ചു വരാനായിട്ട് നല്ല പാടാണ്. വേറെ ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഇതുപോലെ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ട് കാണുന്നത്? ഒന്ന് പോസ്റ്റ്പാർട്ടം. മിക്ക സ്ത്രീകളുടെയും ഒരു പ്രശ്നം തന്നെയാണ് പോസ്റ്റ്പാർട്ടം വെയിറ്റ് ലോസ് എന്നുള്ളത്. ഈ പ്രസവം കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും ധൃതി പിടിക്കരുത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട്. നമ്മൾ 9 മാസം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി നമ്മുടെ ബോഡിനകത്ത് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഹോർമോണൽ ആയിട്ടും ഫിസിക്കൽ ആയിട്ടും ഒക്കെ. അപ്പൊ ഈ വെയിറ്റ് കുറയാനും ടൈം എടുക്കും. ബ്രസ്റ്റ് ഫീഡിങ്, ഹോർമോണൽ ചേഞ്ചസ്, കോൺട്രാസെപ്റ്റീവ് യൂസ്, ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം ഓരോ കാരണങ്ങളാണ് ഈ പോസ്റ്റ്പാർട്ടം വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരിക്കലും ഡയറ്റിങ് സൊല്യൂഷൻ അല്ല ഫോർ എ ബ്രസ്റ്റ് ഫീഡിങ് മദർ. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ കണ്ടീഷനിലാണ് നമ്മളിത് കാണുന്നത്? മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്, ചെറിയ രീതിയിലാണെങ്കിലും ഡിപ്രഷൻ, ലോൺലിനെസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്ട്രെസ് ഈറ്റിംഗ് അല്ലെങ്കിൽ ബിഞ്ച് ഈറ്റിംഗ് എന്നിവയിൽ പോവാറുണ്ട്. മെയിൻലി വറുത്തതും പൊരിച്ചതും ഒക്കെയാണ് കഴിക്കുന്നത്. ഇത് വെയിറ്റ് ഗെയിനിന് വേറൊരു കാരണമാണ്. പിന്നെ വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റിസ് മെലൈറ്റിസ്, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ചില മരുന്നുകൾ വെയിറ്റ് ഗെയിനിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും PCOD ഉള്ള ഒരാള് ഡയറ്റിങ് ചെയ്താലോ അയാള് എക്സസൈസ് ചെയ്താലോ ഈ വെയിറ്റ് കുറയണം എന്നില്ല. ഹോർമോണൽ ഇഷ്യൂ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ തന്നെയാണ് ഈ വെയിറ്റ് കുറയാതിരിക്കാനുള്ള കാരണം. മെറ്റബോളിക് ഡിസ്ഫങ്ഷനകത്ത് നമുക്ക് ലേസിനെസ് അല്ലെങ്കിൽ ഒരു ഡ്രൗസിനെസ്, എപ്പോഴും ഒരു ആലസ്യം, ഇതെല്ലാം ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.